അമേരിക്കൻ ആണവായുധങ്ങൾ ബ്രിട്ടനിലേക്ക് എത്തിച്ചതായി റഷ്യയുടെ രഹസ്യ കേന്ദ്രത്തിൽ നിന്ന് റിപ്പോർട്ട് പുറത്തു വന്നു. ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ചർച്ചകളും ആരംഭിച്ചു. എന്തിനാണ് അമേരിക്കയുടെ ആണവായുധങ്ങൾ ബ്രിട്ടനിലേക്ക് എത്തിച്ചത് എന്നുള്ള തരത്തിലാണ് കാര്യം. രണ്ടും ആണവായുധ രാജ്യമാണ്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ബൃഹത്തമായിരിക്കുന്ന ആണവ സംവിധാന കാര്യങ്ങളുണ്ട്, ബ്രിട്ടനിലുണ്ട്. അപ്പോൾ ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആണവായുധ കൈമാറ്റവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. പ്രത്യേക ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ അങ്ങനെ ചെയ്തത് കഴിഞ്ഞ 21-ാം തീയതി ജൂലൈ 21-നാണ് ഈ പ്രവൃത്തി നടത്തിയത്. അത് റഷ്യയാണ് അത് കണ്ടുപിടിച്ചത്. അവരുടെ സാറ്റലൈറ്റ് ഉപയോഗിച്ചോ മറ്റോ ഇത്തരമൊരു കൈമാറ്റവുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ആദ്യം പുറത്തുവിട്ടതും റഷ്യയാണ്. നിലവിലെ സാഹചര്യം, അതായത് റഷ്യയും ഉക്രൈനും യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യമൊക്കെ സങ്കീർണമായിരിക്കുന്ന സ്ഥിതിയിലേക്ക് മാറുന്നു എന്നും ഒരു പക്ഷേ റഷ്യ ആണവായുധം പ്രയോഗിക്കാൻ സാധ്യതയുണ്ട് എന്ന് വ്യത്യസ്തമായിരിക്കുന്ന റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിനൊരു ക്രോഡീകരണം ഉണ്ടാക്കുകയോ അതല്ലെങ്കിൽ തിരിച്ചടി നൽകാനോ ഉദ്ദേശിച്ചിട്ടാണോ ഇത്തരം പ്രവൃത്തി ചെയ്തത് എന്നാണ് ഇപ്പോൾ ലോകം സംശയിക്കുന്നത്. ആണവായുധത്തെ സംബന്ധിച്ചിടത്തോളം അത് കണ്ടുപിടിച്ച രാജ്യം എന്ന പേരിൽ തന്നെ അമേരിക്കയുടെ പേരുണ്ട്. അത് കണ്ടുപിടിച്ചു എന്ന് മാത്രമല്ല, അത് ഉപയോഗിച്ചു അവർ തന്നെ. രണ്ടാം ലോക യുദ്ധത്തോടനുബന്ധിച്ച് ജപ്പാൻ ഹിരോഷിമയിലും നാഗസാക്കിയിലുമാണ് അമേരിക്ക ആണവായുധം പ്രയോഗിച്ചത്. അതിനുശേഷം പിന്നീട് ലോക രാജ്യങ്ങൾ അല്പാൽപമായി നിലനിൽപ്പിന് വേണ്ടി ഇത് അനിവാര്യമാണെന്നും ലോകത്ത് അംഗീകാരവും സ്വാധീനവും കിട്ടണമെങ്കിൽ ആണവായുധമുള്ള രാജ്യമാവണം എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പല രാജ്യങ്ങളും ഇത് പരീക്ഷിച്ചു. അങ്ങനെ ബ്രിട്ടൻ്റെ കയ്യിലുണ്ടായി, ഫ്രാൻസും ഇറ്റലിയും അവരുടെ കൈവശത്തിലെത്തി. അങ്ങനെ പോയിട്ടാണ് നമ്മുടെ രാജ്യം വരെ അത് കണ്ടുപിടിക്കാനുള്ള സംവിധാന കാര്യങ്ങൾ ഉണ്ടാക്കിയെടുത്തത്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ആണവായുധ രഹസ്യവും അതിൻ്റെ ഫോർമുലകളും ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിനും കൈമാറ്റുകയില്ല എന്നുള്ളതാണ്. നമ്മുടെ കൈവശത്തിലേ അത് ഉള്ളൂ എന്ന് ലോകത്തെ വിശ്വസിപ്പിക്കുക എന്നതിനപ്പുറം ഒരു കൈമാറ്റവുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് സാധാരണ ഇതിൽ ഉണ്ടാവാറില്ല. എന്നാൽ ഏറ്റവും അടുത്ത് നിൽക്കുന്ന രാജ്യങ്ങൾക്ക് പല ഘട്ടങ്ങളിലും ഇതിൻ്റെ ഫോർമുലകൾ നൽകുകയോ അതിൻ്റെ സാങ്കേതികപരമായിരിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയോ ചെയ്തിട്ടുണ്ട്. അത് ഇസ്രായേലിൻ്റെ കൈവശത്തിൽ അങ്ങനെ എത്തിയത് അമേരിക്കയുടെയോ ബ്രിട്ടൻ്റെയോ കൈവശത്തിൽ നിന്ന് ചോർന്നതോ അതല്ലെങ്കിൽ അവർ നൽകുകയോ ചെയ്തതാണ്. ഇറാൻ്റെ കൈവശത്തിലെത്തിയത് റഷ്യയിൽ നിന്ന് കിട്ടിയതാണ് എന്ന് പറയുന്നു. അങ്ങനെ പല രാജ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര ബന്ധമുണ്ടെങ്കിൽ അങ്ങോട്ട് ചെയ്യാറുണ്ട്. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യങ്ങളൊക്കെ വളരെ സങ്കീർണമാണ്. റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധവുമായി ബന്ധപ്പെട്ട് പല മേഖലകളും രഹസ്യമായ രീതിയിൽ റഷ്യ പിടിച്ചെടുക്കുകയും കീഴ്പ്പെടുത്തുകയും ചെയ്യുന്നു. വലിയ പ്രതിരോധങ്ങളൊന്നും ഇല്ലാത്തൊരു സാഹചര്യങ്ങളാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഉക്രൈൻ്റെ ഭാഗത്ത് ദൃശ്യമാകുന്നത് അല്ലെങ്കിൽ പ്രത്യക്ഷമാകുന്നത് എന്ന തരത്തിലൊക്കെയാണ് ആ മേഖലയിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ. B-61-12 ആണവ ബോംബുകളാണ് കൈമാറ്റം ചെയ്യപ്പെട്ടത് എന്നാണ് റഷ്യ പറയുന്നത്. അത് ഏറെക്കുറെ അമേരിക്ക സ്ഥിരീകരിച്ചിട്ടുണ്ട്. പക്ഷേ റഷ്യയ്ക്ക് ഇങ്ങനെ രഹസ്യങ്ങൾ ചോർത്താൻ വേണ്ടി എങ്ങനെ സാധിച്ചു എന്ന കാര്യത്തിലൊക്കെ വലിയ രീതിയിൽ ആശങ്കയിലാണ് അമേരിക്കയും ബ്രിട്ടനുള്ളത്. കാര്യം എന്ന് പറഞ്ഞാൽ അതീവ രഹസ്യമായി കൈകാര്യം ചെയ്യപ്പെടുന്ന ഈ വിഷയങ്ങളൊക്കെ ചോർന്നു പോകുന്നു എന്ന് മാത്രമല്ല, ഏറ്റവും വലിയ ശത്രു രാജ്യത്തിൻ്റെ കൈവശത്തിൽ അത് കിട്ടുന്നു എന്ന് പറഞ്ഞാൽ നിസ്സാരമായിരിക്കുന്ന കാര്യങ്ങളൊന്നുമല്ല. സാറ്റലൈറ്റ് ചിത്രങ്ങളോ മറ്റോ ഉപയോഗിച്ചുകൊണ്ടാണ് റഷ്യ ഇത് ചോർത്തത് എന്ന് പറയപ്പെടുന്നു. അമേരിക്ക വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന വിശദീകരണം, US എയർഫോഴ്സ് നിലയത്തിൻ്റെ ബങ്കറുകൾ നവീകരിക്കാൻ വേണ്ടി തൽക്കാലത്തേക്കാണ് ആണവ ഷിഫ്റ്റിംഗ് ബ്രിട്ടനിലേക്ക് നടത്തിയത് എന്ന തരത്തിലാണ്. തൊട്ടടുത്ത രാജ്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുക ഇങ്ങനെ ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ള അഭിപ്രായം ഇതോടനുബന്ധിച്ച് തന്നെ പുറത്തു വന്നിരിക്കുന്നു. അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട്, അതായത് ഉക്രൈൻ്റെ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു വിജയം ഉണ്ടാക്കുക എന്നുള്ളത് യൂറോപ്യൻ രാജ്യങ്ങളുടെയും അമേരിക്കയുടെയും നിർബന്ധമായിരിക്കുന്ന ആവശ്യമാണ്. പക്ഷേ അത് നടക്കുന്നില്ല എന്നത് വലിയ പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ്. ലോക രാജ്യങ്ങൾക്കിടയിൽ വല്ലാത്ത രീതിയിൽ പ്രയാസം അനുഭവിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് അമേരിക്കയുടെ രാഷ്ട്രീയമൊക്കെ മാറിയിരിക്കുന്നു. കാര്യം തൊടുന്ന ഒരു മേഖലയിലും അതിജീവിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. ഏറ്റവും ഒടുവിലത്തത് നോക്കുന്ന സമയത്ത് ഇറാഖുമായിട്ടുള്ള ഒരു യുദ്ധത്തിൽ മാത്രമാണ് അമേരിക്കക്ക് അതിജീവിക്കാൻ വേണ്ടി സാധിച്ചത്. അത് തന്നെ 32ഓളം രാജ്യങ്ങൾ സംയുക്തമായി ചേർന്നുകൊണ്ട് നടത്തിയ യുദ്ധമാണ്. അതിനുശേഷം ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് 3 യുദ്ധങ്ങൾ നടക്കുന്നു. അതൊന്ന് ഉക്രൈൻ റഷ്യയുള്ളത്, രണ്ടാമത്തെ പാലസ്തീനും ഇസ്രായേലും തമ്മിലുള്ളത്, മൂന്നാമത്തെ ചെങ്കടൽ കേന്ദ്രീകരിച്ചുകൊണ്ട് യമനും അമേരിക്കയും തമ്മിലുള്ളത്. യമനും അമേരിക്കയും തമ്മിലുള്ള യുദ്ധം നടത്തി അമേരിക്കക്ക് വലിയ രീതിയിലുള്ള പരാജയവും നാശവും നഷ്ടവും ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നീട് കരാർ വ്യവസ്ഥ പ്രകാരം ഒരു വെടിനിർത്തൽ ഉണ്ടാക്കിയിട്ട് അത് അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. യഥാർത്ഥത്തിൽ അവിടെ അമേരിക്ക പരാജയപ്പെടുകയായിരുന്നു എന്നുള്ളത് കൃത്യം. അറേബ്യൻ രാജ്യങ്ങളെ തങ്ങളോടൊപ്പം ചേർത്ത് നിൽക്കുന്ന പ്രവൃത്തിയിലൊക്കെ എല്ലാ കാലഘട്ടത്തിലും അമേരിക്ക വിജയിക്കാറുണ്ട്. ഈ ഒരു യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ അങ്ങനെ ഒരു സഹകരണം ഉണ്ടായിട്ടില്ല. സർവ്വ മേഖലയും അമേരിക്കക്ക് പരാജയമാണ്, ദയനീയമാണ്, നാണക്കേടാണ്. ആ സ്ഥിതിയിലേക്ക് പോരുന്നു. അതോടൊപ്പം തന്നെ രഹസ്യങ്ങൾ ചോർന്നു പോവുകയും ചെയ്യുന്നു.
രഹസ്യ ചോർച്ചയുമായിട്ട് ബന്ധപ്പെട്ട് ഇതിന് മുൻപ് വന്നിരിക്കുന്ന ഒരു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പറയുമ്പോൾ റഷ്യയും അമേരിക്കയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചാരന്മാരെയൊക്കെ ആക്കുന്ന ഒരു സംവിധാനങ്ങൾ ഉണ്ട് എന്ന് പറയുന്നു. രണ്ട് രാജ്യം സ്ഥിരീകരിച്ചിട്ടില്ല, സാധാരണ രണ്ട് രാജ്യം സ്ഥിരീകരിക്കാറില്ല. അങ്ങനെയാണെങ്കിൽ ചില രഹസ്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചോർന്നു പോകുന്നുണ്ട് ഉള്ള യാഥാർത്ഥ്യമാണ്. അതിൻ്റെ പ്രഥമമായിരിക്കുന്ന ഒരു വിഷയം ഇതിന് മുൻപ് ഉണ്ടായത് ഉക്രൈനുമായിട്ടുള്ള യുദ്ധത്തിന്റെ ആരംഭത്തോടനുബന്ധിച്ച് ഈ യുദ്ധം വർഷങ്ങളോളം നീണ്ടു നിൽക്കുമെന്നും യുദ്ധം അവസാനിക്കാനുള്ള സാധ്യത തീരെ കുറവാണെന്നും ജോ ബൈഡന്റെ ഒരു ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ട അതീവ രഹസ്യമായിരിക്കുന്ന ചില രേഖകൾ വൈറ്റ് ഹൗസിൽ നിന്ന് തന്നെ ചോർത്തിയതാണ് എന്ന് പറയുന്നു. BBC പോലെയുള്ള അന്താരാഷ്ട്ര മീഡിയകളാണ് ആ വിവരം ആദ്യമായി തന്നെ റിപ്പോർട്ടായിട്ട് പുറത്തു വിട്ടത്. അതോടുകൂടി ലോകം തന്നെ അമ്പരന്ന് പോയി. കാര്യം വളരെ രഹസ്യമായ രീതിയിൽ രാജ്യം മാത്രം കൈകാര്യം ചെയ്യേണ്ട, രാജ്യത്തിലെ പ്രഥമമായിരിക്കുന്ന ഭരണാധികാരികളും അതോടൊപ്പം തന്നെ സൈനിക കമാൻഡറും മാത്രം കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയം പബ്ലിക്കിൽ ലോകത്തിലേക്ക് എത്തിപ്പോയി എന്ന് പറയുന്നത് നിസ്സാരമായിരിക്കുന്ന കാര്യമൊന്നുമല്ല. അതിൻ്റെ അന്വേഷണ കാര്യങ്ങളൊക്കെ ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ പോലും പിന്നീട് അതൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോഴത്തെ ആ സമയത്തോടുള്ള സ്ഥിതി എന്ന് പറയാൻ റഷ്യക്ക് അത് വലിയ ഗുണം ചെയ്തു എന്നുള്ളതാണ്. റഷ്യയെ സംബന്ധിച്ചിടത്തോളം അവർ മനസ്സിലാക്കിയ പ്രധാനമായിരിക്കുന്ന കാര്യം ഈ യുദ്ധം ഇങ്ങനൊന്നും അവസാനിക്കില്ല, യുദ്ധം നീണ്ടുപോകാൻ സാധ്യതയുണ്ട് എന്ന് അമേരിക്ക പറയുമ്പോൾ ഉക്രൈനെ സമ്പൂർണ്ണമായ രീതിയിൽ അമേരിക്ക സഹായിക്കുന്നുണ്ട് എന്ന് അടയാളപ്പെടുത്തുകയായിരുന്നു ഈ റിപ്പോർട്ടോട് കൂടി. അതിനുള്ള എല്ലാവിധ സംവിധാനങ്ങളും പിന്നീട് വർഷം നീണ്ടു നിന്നാൽ എങ്ങനെ യുദ്ധത്തെ പ്രതിരോധിക്കണം എന്നതിൻ്റെ സംവിധാന കാര്യങ്ങൾ ഒരുക്കാൻ വേണ്ടിയിട്ട് റഷ്യക്ക് സാധിച്ചു എന്നുള്ളതാണ് ഇതിൻ്റെ ചോർച്ചയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. യുദ്ധം ഇപ്പോൾ 3 വർഷം കഴിഞ്ഞു എന്നുള്ളത് വലിയ ലോകത്തെ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. മരണപ്പെടുന്ന സൈനികരെക്കുറിച്ചോ ജനങ്ങളെക്കുറിച്ചോ കൃത്യമായിരിക്കുന്ന വിവരങ്ങളൊന്നും പല ഘട്ടത്തിലും പുറത്തു വരാറില്ല. റഷ്യക്ക് സൈനികരെ ഇനിയും വേണം. ഈ കൊറിയ 30,000-ഓളം സൈനികരെ സഹായിച്ചിട്ടുണ്ട്. ആദ്യം 15,000 ആയിരുന്നു, പിന്നീട് 15,000 സഹായിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. അങ്ങനെ പല രാജ്യങ്ങളും അവരോട് ചേർന്ന് നിൽക്കുന്ന ആളുകളൊക്കെ സഹായിക്കാറുണ്ട്. മിസൈലും ആയുധവുമായിട്ട് ബന്ധപ്പെട്ട ഡ്രോണും സംവിധാനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇറാനും സഹായിക്കുന്നുണ്ട്, സൈനികരുമായി കുറേ സഹായിക്കുന്നുണ്ട്. അങ്ങനെ കാര്യങ്ങൾ പോകുന്നു. ചൈന സഹായിക്കുന്നുണ്ട് എന്ന് പറയുന്നു. അത് ഏത് തരത്തിലാണ് എന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങളും പുറത്തു വന്നിട്ടില്ല. അങ്ങനെ മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ 3-ാം ലോക യുദ്ധത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ഉക്രൈനെ കേന്ദ്രീകരിച്ച് നടക്കുന്നത് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഈ മേഖലയിൽ ഒരു അതിജീവനം ഉണ്ടാവുക എന്നുള്ളത് വളരെ ആവശ്യമുള്ള കാര്യമാണ്. അത് ട്രംപിന്റെ ഇലക്ഷൻ പ്രചരണത്തോടനുബന്ധിച്ച് തന്നെ അദ്ദേഹം പറഞ്ഞ കാര്യമാണ്. ഞാൻ അധികാരത്തിലേറിയാൽ 24 മണിക്കൂർ കൊണ്ട് യുദ്ധം അവസാനിക്കുമെന്ന്. മാസങ്ങൾ കഴിഞ്ഞിട്ടും ഇതിലേക്ക് ഇടപെടാൻ വേണ്ടി സാധിക്കുന്നില്ല. അങ്ങനത്തെ വല്ലാത്തൊരു സങ്കീർണമായിരിക്കുന്ന ഒരു വിഷയത്തിലൂടെയാണ് കാര്യങ്ങൾ പോകുന്നത്. അതോടനുബന്ധിച്ച് റഷ്യ ഉക്രൈനിന് മുമ്പ് പറഞ്ഞതിന് മറുപടിയായിട്ട് റഷ്യ തന്നെ പറഞ്ഞു. ഉക്രൈൻ പറഞ്ഞ കാര്യം ഇങ്ങനെയാണ്: എൻ്റെ രാജ്യത്തെ മാത്രമല്ല റഷ്യ ആക്രമിക്കുക, എൻ്റെ രാജ്യം വല്ല കാരണവശാലും വീഴുകയോ ഞാൻ മരണപ്പെടുകയോ അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങൾ നടന്നു കഴിഞ്ഞാൽ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളെയും ആക്രമിക്കാൻ വേണ്ടി റഷ്യ ശ്രമം നടത്തും. ആയതിനാൽ സംയുക്തമായ രീതിയിൽ ചേർന്നുകൊണ്ട് തന്നെ റഷ്യയുടെ സൈനിക ശക്തിയെ ഇല്ലാതാക്കണം എന്ന് ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി അമേരിക്കയുടെ പ്രസിഡന്റ് ആയിരിക്കുന്ന ജോ ബൈഡനോട് പറഞ്ഞിട്ടുണ്ട്. ജോ ബൈഡന് ശേഷം ട്രംപ് അധികാരത്തിലേറിയ സമയത്ത് അദ്ദേഹത്തോടും പറഞ്ഞിട്ടുണ്ട്, ഈ റൂട്ട് പോകുന്നത് വഴിതെറ്റിയ രീതിയിലാണ്, ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അപകടം ദുരന്തം ഉണ്ടാവും എന്ന് ചുരുക്കം. നമ്മൾ പറഞ്ഞു വരുന്ന കാര്യം, ഈ അമേരിക്കയുടെ ഈ ആണവായുധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഷിഫ്റ്റ് ചെയ്യുന്നത് അത് എന്തിനാണ് എന്നതിനെക്കുറിച്ചൊരു കൃത്യമായിരിക്കുന്ന വിവരങ്ങളില്ല. ന്യായീകരണ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ആ പറഞ്ഞ കാര്യം റഷ്യ പറഞ്ഞതിന് മറുപടി ആയിട്ടാണ് അവർ പറഞ്ഞത്. ഞങ്ങൾ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, ഇങ്ങനെയാണ് എന്ന തരത്തിൽ. അപ്പോൾ അങ്ങനെയെങ്കിൽ റഷ്യയെ സംബന്ധിച്ചിടത്തോളം അവർ ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ അഭിപ്രായപ്പെടുകയോ ചർച്ച ചെയ്യുകയോ അതല്ലെങ്കിൽ അത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും സംവിധാനം ഒരുക്കുകയോ ചെയ്ത കാര്യങ്ങൾ ഒരുപക്ഷെ ചോർന്നു പോയിട്ടുണ്ടാവാം, അമേരിക്ക കിട്ടിയിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട് എന്നതിനാലായിരിക്കാം ഒരുപക്ഷെ ഷിഫ്റ്റിംഗ് കാര്യങ്ങൾ ചെയ്തത്. ഏതായിരുന്നാലും ഈ യുദ്ധത്തിന് ഒരു ശാശ്വതമായിരിക്കുന്ന പരിഹാരം ഉണ്ടായിട്ടില്ലെങ്കിൽ അതിൻ്റെ ദുരന്തവും അതിൻ്റെ വ്യാപ്തിയും എത്രത്തോളം ഉണ്ടാകുമെന്ന് ഒരിക്കലും പറയാൻ പറ്റാത്ത വിധം സംഗതി സങ്കീർണമായിരിക്കുന്ന വിഷയത്തിലേക്കാണ് പോകുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.